നമസ്കാരം. 28/2/2026, അതായത് ഫെബ്രുവരി മാസം 28-ാം തീയതി. അതൊരു പ്രത്യേക ഓർമ്മ ദിനമാണ്. മറ്റൊന്നുമല്ല, തൊടുപുഴ ചുങ്കം സ്വദേശിനിയായിരുന്ന ഷൈനിയും രണ്ട് പെൺമക്കളും അലീന, ഇവാന, ഇവർ 2025 ഫെബ്രുവരി 28 കോട്ടയം ഏറ്റുമാനൂർ പാഞ്ഞു വന്ന ട്രെയിനിൻ്റെ മുന്നിൽ ഈ രണ്ട് പെൺമക്കളെയും കെട്ടിപ്പിടിച്ച് ജീവിതം അവസാനിപ്പിച്ച ഒരു വർഷം തികഞ്ഞ ദിവസമായിരുന്നു 28/2/2026. ഇത് കഴിഞ്ഞ ദിവസം ഒന്ന് രണ്ട് വീഡിയോസിലൂടെയൊക്കെ കാണാനിടയായി. ആ സംഭവം ഉണ്ടായപ്പം ഈ ലോകം മൊത്തം അതേപ്പറ്റി ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുകയും എല്ലാ മുഖ്യധാരാ മാധ്യമങ്ങളും വളരെ ഗൗരവത്തോടു കൂടി അത് ചർച്ച ചെയ്തൊരു മാറ്ററായിരുന്നു. എങ്കിൽ പോലും ഒരു വർഷം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആരും അതേക്കുറിച്ച് എവിടെയും പറഞ്ഞതായിട്ട് കേട്ടില്ല. ആകെപ്പാടെ ഒരു ചെറിയൊരു ഓൺലൈൻ ചാനലിലൂടെ മാത്രമാണ് ആ കാര്യങ്ങളൊക്കെ ഒന്ന് പുറത്തേക്കൊന്ന് അറിഞ്ഞത്. എന്താണെങ്കിലും നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ആ ചാനലിൽ നമ്മൾ പ്രത്യേകിച്ച് അപ്രിഷ്യേറ്റ് ചെയ്യുന്നുണ്ട്. അന്നത്തെ ഹാർഡ് ഫാർമർ ചാനലിൽ, അതായിരുന്നു അന്ന് എല്ലാ ചാനലിലും ഈ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷേ ഈ ഒരു വർഷം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഈ കാര്യത്തെപ്പറ്റി പൊതുസമൂഹത്തെ ഒന്ന് ഉണർത്തിച്ചത് അതേ ചാനലിൻ്റെ ഒരു സഹോദര ചാനലായ ഡിറ്റക്റ്റീവ് ന്യൂസ് കേരളയാണ്. ശരിക്കും പറഞ്ഞ് ഞാൻ ഒരു കാര്യം പുറത്തേക്ക് കൊണ്ടുവന്നത്. ഇത് ഇവിടെ സമൂഹത്തിൽ നടക്കുന്ന ഒരു നിത്യസംഭവമാണെന്നൊക്കെ നമുക്ക് പറഞ്ഞു പോകാം. എങ്കിൽ പോലും കൂടെ ആ ഒരു ഷൈനയുടെയും രണ്ട് കുഞ്ഞുങ്ങളുടെയും മരണം സാധാരണ ഒരു മരണം പോലെ ആയിരുന്നില്ല. കാരണം ഒരു സിസ്റ്റം അതിക്രൂരമായിട്ട് അവരെ പീഡിപ്പിച്ചതിൻ്റെ ഫലമായിട്ടാണ് അവർക്ക് ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതാവേണ്ടി വന്നത്. അതിനേക്കാളെല്ലാം ഉപരി അവരുടെ ഭർത്തൃ കുടുംബം അതിക്രൂരമായിട്ട് പീഡിപ്പിക്കുകയും മർദ്ദിക്കുകയും ശരിക്കും അവരെ ഈ ഭൂമിയിൽ നിന്നും ഉന്മൂലനം ചെയ്യാനായിട്ട് അതിതീവ്രമായ കഠിന പരിശ്രമം നടത്തിയതിൻ്റെ പരിണത ഫലമായിട്ട് കൂടിയാണ് ആ അമ്മയ്ക്കും രണ്ട് പെൺമക്കൾക്കും ഈ ഭൂമിയിൽ നിന്നും വിട്ടുപോകേണ്ടി വന്നത്. അതിനെപ്പറ്റി കൂടുതൽ ചർച്ച ചെയ്യുന്നില്ല. കാരണം എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർക്ക് അന്ന് നീതി കൊടുത്തിരുന്നുവെങ്കിൽ അതൊരിക്കലും സംഭവിക്കില്ലായിരുന്നു. സ്റ്റേറ്റ് നീതി കൊടുത്തിരുന്നെങ്കിൽ ഒരിക്കലും സംഭവിക്കില്ലായിരുന്നു. കാരണം ആ ഷൈനി ഭർത്തൃ വീട്ടിൽ നിന്ന് അത്രയും ക്രൂര പീഡനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് അന്നേ ദിവസം പാതിരാത്രിയിൽ പോലും കൂടെ ആ ഷൈനിയുടെ അച്ഛനെയും കൂട്ടിക്കൊണ്ട് തൊടുപുഴ പോലീസിൽ പോയി ഗാർഹിക പീഡനത്തിൻ്റെ കേസ് കൊടുത്തിരുന്നു. അത് കേസെടുക്കുകയും ചെയ്തിരുന്നു. FIR ഇട്ടിരുന്നു. 1046/2024 ഗാർഹിക പീഡനത്തിന് കേസെടുത്തിരുന്നു. അതിനുശേഷം അവരുടെ സ്വന്തം ഭവനമായ മാതാപിതാക്കളോടൊത്ത് ഏറ്റുമാനൂർ പോയി താമസം തുടങ്ങിയിരുന്നു. പക്ഷേ അവിടെയും ഈ ഭർത്താവിൻ്റെ കുടുംബക്കാരും നിരന്തരം രാത്രിയെന്നില്ല പകലെന്നില്ലാത്തവണ്ണം നേരിട്ടും അല്ലാതെയും ഫോണിലൂടെയും പല രീതിയിലും മറ്റ് ബന്ധങ്ങളിലൂടെയും അതുപോലെ തന്നെ പോലീസിനെ ഉപയോഗിച്ചും മറ്റ് സംഘടനകളെ ഉപയോഗിച്ചും മതപരമായിട്ടുള്ള ബന്ധങ്ങൾ ഉപയോഗിച്ചും എല്ലാ രീതിയിലും അവരെ ക്രൂശിച്ച് ഈ ഭൂമിയിൽ നിന്ന് പറിച്ച് കളയുക എന്നുള്ള ഒരൊറ്റ ഹിജൻ അജണ്ട അത് നിരന്തരം പ്രയത്നിച്ചുകൊണ്ടിരുന്നതിൻ്റെ ഫലമായിട്ട് കുറേ മാസങ്ങൾ അവർ പിടിച്ചു നിൽക്കാൻ നോക്കി. ഒരു മാർഗവുമില്ല, ഈ ഭൂമിയിൽ ജീവിക്കാൻ അവരെ സമ്മതിക്കില്ല എന്ന് തീർത്ത് വിലയിരുത്തി അവർ അവസാനമാണ് പാഞ്ഞു വന്ന ട്രെയിനിൻ്റെ മുന്നിൽ ഈ രണ്ട് പെൺകുട്ടികളെ, 10-12 വയസ്സായ പെൺകുട്ടികളെ, അലീന, ഇവാന എന്ന രണ്ട് പെൺകുട്ടികളെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് പാഞ്ഞു വന്ന ട്രെയിനിൻ്റെ മുന്നിൽ ചിന്നിച്ചിതറി മാംസ കഷ്ണങ്ങളായി തീർന്നത്. അതിൻ്റെ ആ ഒരു വേദന എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ പൊതുസമൂഹത്തെ ബാധിച്ചിരിക്കുന്നതാണ്. ഏറ്റുമാനൂർ പോലീസ് സ്വാഭാവികമായിട്ടും കേസെടുത്തു. FIR 291/2025 പ്രകാരം സ്വാഭാവികമായിട്ട് കേസെടുത്തു. അതിനകത്ത് ഈ ഭർത്താവ് എന്ന ഒരൊറ്റ വ്യക്തി മാത്രം എന്താണ് ശരിക്കും പറഞ്ഞാൽ ഒരു ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്തൊരു കുറച്ച് ദിവസം ജയിലിൽ കിടന്നു എന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ ഒരു 2-3 ആഴ്ച കഴിഞ്ഞപ്പം അവൻ ജാമ്യം എടുത്ത് പുറത്തേക്ക് ഇറങ്ങി. എന്താണെങ്കിലും അവനിപ്പോഴും സുഖമായിട്ട് അവനും അവൻ്റെ കുടുംബക്കാരെല്ലാവരും വളരെ സുഭിക്ഷമായിട്ട് ഈ സമൂഹത്തിൽ ഇന്നിപ്പോൾ കഴിയുന്നുണ്ട്. ഏതായാലും അതിൻ്റെ കുറ്റപത്രം പോലീസ് സ്വാഭാവികമായിട്ട് കുറ്റപത്രം കൊടുത്തിട്ടുണ്ട്. കുറ്റപത്രം CC 685/2025 പ്രകാരം അഡീഷണൽ സെഷൻസ് കോർട്ട് കോട്ടയം ഡിസ്ട്രിക്റ്റ് ഓൾറെഡി ഇപ്പോൾ കേസ് ട്രയലിൻ്റെ ഭാഗമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. എന്താണെങ്കിലും ഒരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കുക. അതായത്
ഇവരെ ഈ ഭൂമിയിൽ നിന്നും പറിച്ച് കളയാനായിട്ട് നിരന്തരം പ്രയത്നിച്ചുകൊണ്ടിരുന്ന ആ വ്യക്തി, അതായത് ഇതിനകത്ത് യഥാർത്ഥ പ്രതി, മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഇവരെ കൊലയ്ക്ക് കൊടുത്ത ഈ 3 പേരെ കൊലപ്പെടുത്തി എന്ന് പറയുന്ന പ്രതിയാണ് ഇന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സകല സ്വത്തുക്കളും വെച്ച് അനുഭവിക്കുന്നത്. അതുകൂടെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. അതായത് ആ ഷൈനിയെ കെട്ടിക്കാൻ നേരത്തെ അവരുടെ കുടുംബക്കാർ കൊടുത്തിരിക്കുന്ന സ്വർണം, പണം, അതോടൊപ്പം തന്നെ ആ ഷൈനി അധ്വാനിച്ചുണ്ടാക്കിയ മുതലുകൾ, ഷൈനിയുടെ പേരിലുള്ള 2 വാഹനങ്ങൾ, ഇതെല്ലാം ഉപയോഗിക്കുന്നത് ഈ പ്രതിയായ നോബി അതുപോലെ തന്നെ അവൻ്റെ കുടുംബക്കാരുമാണ്. എത്ര ഭീകരമാണ് ഇവിടുത്തെ നിയമ സംവിധാനം എന്നൊന്ന് ആലോചിച്ച് നോക്കുക. ഞാനിവിടെ ഈ ഒരു സന്ദർഭത്തിൽ പറഞ്ഞു നോക്കുന്നത്, ഇത്തരം പല ഷൈനിമാരും, ഇത്തരം പല ഇവാനമാരും, ഇത്തരം പല അലീനമാരും ഇന്ന് ഈ സമൂഹത്തിലുണ്ട്. അത് അതിൻ്റെ വഴിക്ക് പോകുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സമൂഹം എന്നുള്ള നിലയിൽ നമുക്ക് അതിനകത്ത് ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ എത്രയോ ഷൈനിമാർ അതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം അവരൊക്കെ കിടന്നുകൊണ്ട് വേദനിക്കുന്ന പലരുടെയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോഴാണ് എത്ര തീവ്രമാണ്. ഈ അടുത്ത ദിവസം ഉണ്ടായ ഒരു സംഭവം അതുകൂടെ ഞാനൊന്ന് പ്രേക്ഷകരുടെ മനസ്സിലേക്ക് വെക്കുന്നു. കഴിഞ്ഞ ദിവസം ചിലരത് വീഡിയോയിലൂടെ കണ്ടിട്ടുണ്ടാവും. ഈ ഡിറ്റക്റ്റീവ് ന്യൂസ് കേരള തന്നെയാണ് അവരുടെ വീഡിയോ പുറത്തുവിട്ടിരിക്കുന്നത്. ഈ പാല രാമപുരത്തിനടുത്തുള്ള മരങ്ങാട്ടുപള്ളിയിലുള്ള ഒരു ഫാമിലിയാണ്. നല്ല കൊള്ളാവുന്ന ഫാമിലി. അതായത് ഭാര്യയും ഭർത്താവും ഡോക്ടർമാരാണ്, ദന്തിസ്റ്റുകളാണ്. 10 വർഷത്തോളമായി ഭർത്താവ്, കോടീശ്വരനായ ഭർത്താവ്, സ്വത്തുക്കൾ കംപ്ലീറ്റും കയ്യിൽ വെച്ചു 10 വർഷമായിട്ട് ഈ ഭാര്യയ്ക്കും 3 മക്കൾക്ക് ചെലവിന് പോലും കൊടുക്കാതെ അവർക്കൊരു ചെറിയൊരു ക്ലിനിക്കുണ്ട് ഈ ഭാര്യയ്ക്ക്. ആ ഭാര്യ സ്വന്തമായിട്ട് നടത്തുന്ന ചെറിയൊരു ഡെൻ്റൽ ക്ലിനിക്ക് കൊണ്ട് മാത്രമാണ് അവരുടെ നിത്യ ചെലവ് കഴിഞ്ഞു പോകുന്നത്. ഈ സ്വത്തുക്കളിൽ നിന്ന് 1 രൂപയുടെ ഒരു മുതൽ അവർക്ക് എടുക്കാൻ സാധിക്കുന്നില്ല. ഭർത്താവിന് പല സ്ഥലങ്ങളിലും ബംഗ്ലാവുകളുണ്ട്. ഭർത്താവ് പല സ്ത്രീകളുമായിട്ട് ഇങ്ങനെ പല ബന്ധങ്ങൾ സ്ഥാപിച്ച് ഇപ്പോഴും വേറൊരു അയാളുടെ ക്ലിനിക്കിലെ ഒരു സ്റ്റാഫായിരുന്ന ഒരു യുവതിയോടൊത്ത് ഇപ്പോഴും ലിവിങ് ടുഗദറായിട്ട് താമസിക്കുന്നു. ഈ മക്കൾക്ക് അവരുടെ നിത്യ ചെലവിന് ഒരു വകയില്ലാഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം ആ 2 ആൺമക്കൾ, ഒരു ഇളയ കൊച്ചിന് 14 വയസ്സേ ഉള്ളൂ, ഈ തന്തയുടെ അടുത്ത് നിന്ന് അപേക്ഷിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അയാളുടെ ഇപ്പോഴത്തെ ശരിക്കും പറഞ്ഞാൽ ലിവിങ് ടുഗദറായിട്ട് താമസിക്കുന്ന സ്ത്രീയുടെ അപ്പൻ ഹെൽമറ്റിന് തലയ്ക്ക് അടിച്ച് മാരകമായിട്ടും പരിക്കേൽപ്പിച്ചു. കൂത്താട്ടുകുളം ഹോസ്പിറ്റലിലും അതിനുശേഷം കോട്ടയം മെഡിക്കൽ കോളേജിലും ട്രീറ്റ്മെൻറ്റ് നടത്തി. ഇപ്പോഴും ഭേദമായിട്ടില്ല. 14 വയസ്സേ ഉള്ളൂ. അതായത് സ്വന്തം അപ്പൻ നോക്കി നിൽക്കെ ആ അപ്പൻ്റെ ശരിക്കും പറഞ്ഞാൽ ലിവിങ് ടുഗദറായിട്ട് താമസിക്കുന്ന സ്ത്രീ, ആ സ്ത്രീക്ക് നമ്മുടെ നാടൻ ഭാഷ വേറെ പേരാണ് പറയുന്നത്, എന്തുമായിക്കോട്ടെ, എന്താണെങ്കിലും ആ സ്ത്രീയുടെ അപ്പനെ കൊണ്ട് ഹെൽമെറ്റിന് അടിപ്പിച്ചു. 14 വയസ്സായ കൊച്ചിനെ സ്വന്തം അപ്പൻ നോക്കി നിന്നുകൊണ്ട്. എത്ര നികൃഷ്ടമാണ്. ആ 10 വർഷമായിട്ട് ഈ സ്വന്തം ഭാര്യയെയും 3 മക്കളും, അത് മൂത്ത ഒരു പെൺകുട്ടിയാണ്, ഒരു 22 വയസ്സുണ്ട്. ഇടയ്ക്കൊരു മകന് ഏകദേശം 18 വയസ്സോ മറ്റോ ഉണ്ടെന്ന് തോന്നുന്നു. ഇളയ പയ്യന് 14 വയസ്സ്. ഈ 14 വയസ്സായ പയ്യനാണ് ഈ രീതിയിൽ ക്രൂരമായിട്ട് തലയ്ക്ക് അടിച്ച് ഭയങ്കരമായ പരിക്കാണ് വന്നത്. 10 വർഷമായി നിരന്തരം ഇതുപോലെ തന്നെ, അതായത് ഈ ഷൈനിയുടെ ഭർത്താവായ നോബി ചെയ്തതുപോലെ തന്നെയാണ് ഈ ഡെന്റിസ്റ്റായ ഡോക്ടർ ചെയ്യുന്നത്. അവൻ്റെ പേര് രാജു എന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക. മരങ്ങാട്ടുപള്ളിക്കാരനാണ്, രാമപുരംകാരാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക. അതായത് ആ ഭാര്യയും മക്കളും എങ്ങനെ ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതാവണം എന്നുള്ള ഒരൊറ്റ വാശിയിലാണ് നിരന്തരം അവരെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ 10 വർഷക്കാലത്തോളമായി ഇവിടെ എൻ്റെ അടുത്ത് ഈ വേവലാതി പറയുന്നു, അതുപോലെ തന്നെ ഉള്ള നിയമ സംവിധാനങ്ങളിലൊക്കെ പറയുന്നു. പക്ഷേ നീതി കിട്ടിയിട്ടില്ല. കാരണം ഇനി ഒരു ഷൈനി, ഒരു അലീന, ഒരു ഇവാന ഉണ്ടാവാനായിട്ട് ജനങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അല്പമെങ്കിലും നീതിബോധമുള്ള ജനങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ആ കാര്യത്തിനകത്ത് ശക്തമായ ഇടപെടൽ ഇനിയിപ്പോൾ മുന്നോട്ടുണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതുവരെയെങ്കിലും അവരോട് പിടിച്ചു നിൽക്കുക, കാത്തു നിൽക്കുക. കാരണം കാലം പലതിനും മാറ്റങ്ങൾ വരുത്തും. ഈ സമയം ഇനിയും കടന്നു പോകും എന്ന് മാത്രം ആണ് അവരോട് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് പിടിച്ചു നിൽക്കാൻ പറഞ്ഞിരിക്കുന്നത്. ആ 3 കുഞ്ഞുങ്ങളും വളരെയധികം വേദനിക്കുന്നു. അതിനേക്കാളുപരി അവരുടെ അമ്മ ആ 3 കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാനായിട്ട്, അതായത് കോടിക്കണക്കിന് സ്വത്തുണ്ടെങ്കിൽ പോലും നിത്യ ചെലവിന് മാർഗമില്ലാതെ വളരെ കഷ്ടപ്പെടുന്ന ഒരവസ്ഥ.
അവർ വസിക്കുന്ന കുടുംബത്തിൽ പോലും കൂടെ അവർക്കൊന്ന് ശരിക്കും സുരക്ഷിതമായിട്ട് കിടക്കാൻ പോലും പറ്റാത്ത സാഹചര്യങ്ങളിൽ രാത്രികളിലെല്ലാം വന്നിട്ട് ഈ ഭർത്താവ് എന്ന ഈ നികൃഷ്ട ജീവി വന്ന് അവരെ വളരെയധികം അവിടെ കിടക്കാൻ പറ്റാത്ത രീതിയിലുള്ള പല സാഹചര്യങ്ങളും ഉണ്ടാക്കിയിരിക്കുന്നതായിട്ടുള്ള എല്ലാ വിവരണങ്ങളും ഇപ്പോൾ പുറത്തേക്ക് കിട്ടിയിട്ടുണ്ട്. എന്തൊക്കെയാണെങ്കിലും അവർക്ക് നീതി ലഭിക്കണം. കാരണം അത് ഇവിടെ സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്തമാണ്. സ്റ്റേറ്റ് ആ കാര്യത്തിൽ ഉറങ്ങിക്കടന്നു കഴിഞ്ഞാൽ സ്റ്റേറ്റിനെ ഉണർത്തുക എന്നുള്ളത് ഇവിടെ ജനാധിപത്യ സംവിധാനത്തിൽ ഉള്ള ഒരു കാര്യമായതുകൊണ്ട് തന്നെ കുറച്ച് മനുഷ്യാവകാശ പ്രവർത്തകരൊക്കെ അക്കാര്യത്തിനകത്ത് ഇടപെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് നീതി കിട്ടിയേ പറ്റുള്ളൂ. അങ്ങനെ അനേക ഷൈനിമാരും അനേക അലീനമാരും അനേക ഇവാനമാരും അങ്ങനെ പലരും ഇന്നും വളരെയധികം വേദനിക്കുന്നുണ്ട്. ആ വേദന ഇവിടെ പൊതുസമൂഹം കാണേണ്ടതുണ്ട്. പൊതുസമൂഹം അത് ഇവിടുത്തെ ഉന്നത നീതിപീഠങ്ങളെ അറിയിക്കേണ്ടതുണ്ട്. സ്റ്റേറ്റ് അതിനുള്ള സംവിധാനം ചെയ്യേണ്ടതുണ്ട്. മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി.